ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മളിന്ന് കേൾക്കുന്നത് തിരുസഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ പത്രോസ് അപ്പോസ്തലനെ കുറിച്ചാണ്. പൊതുവെ തപസ്സുകാലത്ത് നമ്മൾ ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് ധ്യാനിക്കുന്ന അവസരങ്ങളിൽ കുരിശിന്റെ വഴിയിൽ പത്രോസിന് ചെറിയൊരു നെഗറ്റീവ് റോള് നമ്മൾ അല്ലാതെ കൊടുത്തു പോകാറുണ്ടെന്ന് തോന്നുന്നു. കാരണം 3 തവണ ഈശോയെ തള്ളിപ്പറഞ്ഞത് കൊണ്ട് ഈശോയെ നിഷേധിച്ച് പറഞ്ഞവൻ എന്നുള്ളൊരു റോള്. എന്നാൽ അതിനേക്കാൾ നല്ലൊരു റോള് പത്രോസ് അവിടെ അവതരിപ്പിക്കുന്നുണ്ട്. തിരിച്ചു വന്നവൻ എന്ന രീതിയിൽ. തള്ളിപ്പറഞ്ഞ് അതുവഴി കടന്നു പോയവനല്ല പത്രോസ്. തള്ളിപ്പറഞ്ഞതിന് ശേഷം ഈശോയിലേക്ക് തിരിച്ചു വന്നു. ഈശോ പറഞ്ഞ ഉപമകളിൽ ഏറ്റവും നല്ല ഉപമകൾ ഒന്നാണല്ലോ ധൂർത്തപുത്രന്റെ ഉപമ. തിരിച്ചു വരവ് വലിയൊരു സെലിബ്രേഷൻ ആക്കി മാറ്റിയ ഒരു പിതാവ്, ഒരു ദൈവം. അപ്പോൾ ധൂർത്തപുത്രൻ എത്രത്തോളം ദൂരെ പോയി എന്നുള്ളതല്ല അവിടെ ചിന്താവിഷയം. അവൻ തിരിച്ചു വന്നു എന്നതാണ് അവിടെ വലിയ ആഘോഷമാക്കി മാറ്റുന്നത്. അപ്പോൾ പത്രോസിന്റെ തിരിച്ചു വരവാണ് നമുക്ക് വലിയ ആഘോഷമാക്കി മാറ്റേണ്ടത്. അവൻ നിഷേധിച്ചു പറഞ്ഞു എന്നതിനേക്കാൾ ഉപരി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്റെ തപസ്സുകാലത്ത് നമുക്കും തിരിച്ചു വരാം. ഓരോരുത്തരുടെയും തിരിച്ചു വരവ് സ്വർഗത്തില് വലിയ ആഘോഷമായിരിക്കും. അതിനീശോ നമ്മളെല്ലാവരെയും സഹായിക്കും.